മെസ്സി ചതിച്ചാശാനെ, ജോഷി ചതിച്ചാശാനെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം മെസ്സി ചതിച്ചാശാനെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കേരളത്തിലേക്ക് മെസ്സിയും അർജന്റീന ടീമും വരുമെന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മൾ കുറേ നാളായി കേൾക്കാറുണ്ട്. പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് നമുക്കിതുവരെ പുലിയെ അങ്ങനെ വന്നതായിട്ടും കാണുന്നില്ല, എപ്പോൾ വരുമെന്നും അറിയത്തില്ല. അപ്പോൾ പുലിയുടെ പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം അർജന്റീനൻ ഇതിഹാസമായ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. കഴിഞ്ഞ വർഷം മുതൽ അതിന് മുന്നേ തൊട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇപ്പം എന്തായാലും ഇതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മെസ്സിയെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ റിപ്പോർട്ടർ ചാനലാണ് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് അതിൻ്റെ മുകൾ തലങ്ങളിലേക്കൊക്കെ പോയി അതിനുശേഷം ഇവരാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറെക്കുറെ 130 കോടി രൂപ മറ്റോ അടച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 130 കോടി രൂപ അടച്ചിട്ട് ഇപ്പം കടിച്ചോ പിടിച്ചോ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ്. കായികമന്ത്രി ഇന്നലെ പറഞ്ഞു മെസ്സി കേരളത്തിലേക്ക് വരത്തില്ല എന്നുള്ളത്. പക്ഷേ റിപ്പോർട്ടർ ചാനലിൻ്റെ MD പറയുന്നു കേരളത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഇത്ര രൂപ പൈസ അടച്ചേക്കുന്നതാണ്. 130 കോടി രൂപ അടച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെയും വേറെ സംസ്ഥാനങ്ങളിൽ വരുന്ന പോലെയല്ല, കേരളത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള കരാറാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫിഫയൊക്കെ ആയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ മെസ്സിയായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ കരാർ ലംഘനം ഒന്നും നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ടൈമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാന നിമിഷം ഇവര് കേസിൽ വരെ പോകുന്ന പറയുന്നത്. സർക്കാരിനെ കളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കുമെന്ന് വെച്ചാൽ അത് കൈ വെച്ചാൽ മതി. മറ്റു സംസ്ഥാനങ്ങളിൽ കളിച്ചാൽ കൈവച്ചാൽ മതി എന്ന് പറഞ്ഞു. മലയാളിയുടെ ഒരു സംസാരത്തിന്റെ ഒരു സെറ്റപ്പേ. എന്തായാലും ഇതിന് പൈസ അടച്ചതായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം വെള്ളം കുടിക്കുന്നുണ്ട്. ഇദ്ദേഹം നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞും പോയി, പക്ഷെ അത് നടപ്പാകുമെന്നുള്ള അറിയത്തില്ല. അത് ഒരുമാതിരി ഞാണിന്മേൽ കളിയാണ്. അതാണ് ഒക്ടോബർ നവംബർ എത്തുന്നതാണ്. ഇപ്പൊ ഒക്ടോബർ ആകാൻ വേണ്ടി ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത 2 മാസം കൂടെ കഴിഞ്ഞാൽ സമയമായി. അല്ല, അത് ഇനിയുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 10 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് ഒരു കണക്ക് പറയുന്നില്ല. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. 130 കോടി രൂപ മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പണം അടച്ചതിന്റെ അല്ല പ്രശ്നമില്ല. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെന്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 130 കോടി രൂപ ചെറിയ പൈസയാണ്. അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെ വിശ്വസിച്ചിട്ട് അയച്ചിട്ട് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കമ്പനിനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പൊ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വാങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിയത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അഭ്യൂഹങ്ങളാണ് കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടെ ചെല്ലുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള ഏജൻസികളുണ്ട്, ഉണ്ടെങ്കിൽ പറ. അത് ഏത് ഏജൻസി പറയണം? ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള ഉണ്ടാകും. 100-150 കോടി രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ടാകും. സ്പോൺസർ കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഓരോ നിഗമനങ്ങളല്ലേ. 100-150 കോടി ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഇത് കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഈ അങ്ങനെ ഇന്ത്യയിൽ നമ്മളോട് പറയണ്ടേ? നമുക്ക് ഇതിനൊരു ധാരണ വേണം. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈറ്റ് നമുക്കെന്താ ബുദ്ധിമുട്ട്? 130 കോടി എന്ന് പറയുന്നത് ചെറിയ ഐറ്റം ഒന്നും അല്ല. ഇവരെ സംബന്ധിച്ച് കുഴപ്പമില്ലായിരിക്കും, ഇവർക്ക് കാശുണ്ട്. നമുക്കെന്താ ബുദ്ധിമുട്ട്? അവരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇന്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കരാർ ലംഘനമല്ലേ? ഇനി അതിനായോ പറയേണ്ട കാര്യമാണ്. വരുമോ ഇല്ലയോ എന്നുള്ളത് അതിലൊരു പറഞ്ഞിട്ടില്ല. ഒരു എഗ്രിമെന്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യത്തിനകത്ത്? ശരിയാണ്, ചീറ്റിങ്ങ. മെസ്സി ചതിച്ചു, അർജന്റീന ചതിച്ചു. വരാൻ കഴിയില്ല. കരാറിനെ നടത്തിയ ചീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിലാണ് പറഞ്ഞത്.
നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ശരിയാ, കാശ് മേടിച്ചിട്ട് വരുത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ? 150 കോടി രൂപയ്ക്ക് മേളിലാണ്. പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത് കുറച്ച് പേപ്പർ കെട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വന്ന മെയിലിന്റെ ഒക്കെ ഫോട്ടോ കോപ്പി കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അവരുടെ മെയിൽ എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ അവരെ ഫൈനൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത് ഒഫീഷ്യലി വേണ്ടത് അതങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. വരുമോ എന്നുള്ളത് കേരളത്തിലുള്ള ആരാധകരെയും ഇന്ത്യയിലുള്ള ആരാധകരെയും എല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മെസ്സി വരും മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞിട്ട് അവസാനം മെസ്സിയും ഇല്ല അർജന്റീനയും ഇല്ലെന്ന് പറയുന്നൊരു അവസ്ഥയാവുമെന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പം ഇന്ത്യയിൽ നമുക്ക് മികച്ച പ്ലേയേഴ്സ്, ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ക്രിക്കറ്റ് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ട് ആണെങ്കിൽ പോലും ക്രിക്കറ്റിനേക്കാൾ കൂടുതലായിട്ട് ഫുട്ബോളിനാണ് ഇവിടെ എന്നാ പറയുന്നത് ഒരു പോപ്പുലാരിറ്റി ഉള്ളത്. പക്ഷേ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്രിക്കറ്റിലെ കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ട് ഫുട്ബോൾ വളരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രതിഭാശാലികളായിട്ടുള്ള കളിക്കാരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വളർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പകരം ഈ മെസ്സിയെ പോലെയുള്ള വലിയ താരങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ശരിയാണ്, ഇവർ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ മെസ്സിയെ കൊണ്ടുവന്നുകൊണ്ട് അർജന്റീനയെ കൊണ്ടുവന്നുകൊണ്ട് അർജന്റീനയുടെ ഒരു കളി നേരിട്ട് കാണാൻ പറ്റും, ഒരു ഫുട്ബോൾ മത്സരം നേരിട്ട് കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് കാശാണ്. ഇത് ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ ഫുട്ബോളിനെ വളർത്താനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. കാരണം ഫുട്ബോളിനെ വളർത്തണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഫുട്ബോൾ പ്ലേയേഴ്സിന് നല്ല രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യൻ ടീം ആവശ്യമായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. കഠിനാധ്വാനികളായിട്ടുള്ള ഒരുപാട് കളിക്കാരുണ്ട്, പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. പക്ഷെ ഏതോ ഒരു സൈഡിൽ എന്തോ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റിലാണ് നമ്മുടെ ഫുട്ബോൾ ശരിക്കും വളരാത്തത്. നമുക്കിവിടെ നല്ല രീതിയിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നമുക്ക് നല്ല ലെവലിലേക്കൊക്കെ എത്താവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണങ്ങൾ പല അഭ്യൂഹങ്ങളുണ്ട്. നല്ല കളിക്കാരുണ്ട്, അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല, പല സമയങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഫെസിലിറ്റീസ് പല സമയങ്ങളിലും പോരാ എന്നുള്ളത്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമൊക്കെ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ പറ്റും. ഒത്തിരി വലിയ ഹൈ ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മുടേതായ ഒരു സ്ഥാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതാണ്. അത് ശ്രമിക്കുന്നില്ല. നമുക്കറിയാം ക്രിക്കറ്റിൻ്റെ കാര്യം. ക്രിക്കറ്റിൽ BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ അത് കൃത്യമായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അത്രയും പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏത് പ്ലേയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എവിടെയൊക്കെ ചെയ്യണോ അവിടെ ബിസിനസ്സും നടക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിയും നടക്കുന്നുണ്ട്, ഒരുപോലെ നടക്കുന്നുണ്ട്. ഫുട്ബോളിൽ ഏകദേശം കണ്ടിട്ട് ബിസിനസ് മാത്രം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ബിസിനസ്സും ഫുട്ബോളും ഒരുപോലെ കൊണ്ടുപോകണം. ഫുട്ബോൾ ഒരു നല്ല സ്പോർട്ടാണ്, അത് ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യുമ്പോൾ പൈസയാവും, നമ്മുടെ പ്ലേയേഴ്സിനെ പൊക്കിക്കൊണ്ട് വരണം. ഇത് ചെയ്യാതെ ഇവിടെ മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യം, മെസ്സി മോശമായിട്ടല്ല, മെസ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ മെസ്സിയെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് കുറച്ച് ആൾക്കാർക്ക് കാണാൻ പറ്റും, ആരാധകരൊക്കെ ഒത്തിരി കാണാൻ പറ്റും. പക്ഷേ ഇതിലും ഉപരി ഇവർ കാണുന്നത് ഇതിലൊരു ബിസിനസ്സാണ്. അത് പച്ചയായ ഒരു സത്യമാണ്. ഫുട്ബോൾ സ്നേഹികൾ എന്തായാലും എല്ലാ ഫുട്ബോൾ സ്നേഹികളെ പോലെ ഞാനും മെസ്സി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം.